നമസ്കാരം. ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ രാപ്പകലില്ലാതെ 100+100+ എന്ന് കോൺഗ്രസ്സുകാർ തള്ളിമറിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. LDF 3.0 ലോഡഡ് എന്ന് അടിവരയിടുന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഇന്റലിജൻസ് റിപ്പോർട്ട് ആകണ്ട, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് നിങ്ങളൊന്ന് കാണും. റിപ്പോർട്ട് ബ്രേക്കിംഗ്. LDFന് തുടർഭരണം ഉറപ്പെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. 75 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ഉറച്ച 67 സീറ്റുകളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട്. 45 സീറ്റുകളിൽ UDFന് വിജയം ഉറപ്പെന്നും റിപ്പോർട്ടിലുണ്ട്. BJPക്ക് നേമം, പാലക്കാട്, മഞ്ചേശ്വരം സീറ്റുകളിൽ വിജയസാധ്യത. 24 സീറ്റുകളിൽ കടുത്ത മത്സരമെന്നും റിപ്പോർട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ചെന്നൈയിൽ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചതുപോലെ ഇക്കുറി വീണ്ടും LDF സെഞ്ചുറി അടിക്കുമോ എന്നാണ് ഒരു പ്രേക്ഷകർ എഴുതി ചോദിച്ചത്. സെഞ്ചുറി അടിച്ചില്ലെങ്കിലും കേവല ഭൂരിപക്ഷം കടന്ന് ജയിക്കാനുള്ള സീറ്റുകൾ കിട്ടുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലൊക്കെ എതിരഭിപ്രായം ഉണ്ട് കേട്ടോ. അത് അവസാന നിമിഷത്തിൽ ചില അടിയൊഴുക്കുകൾ നടന്നൊന്നും ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന റിപ്പോർട്ടാണല്ലേ ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്നത്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ആശ്വസിക്കാൻ കഴിയും. കാരണം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് 67 ഉറച്ച സീറ്റുകളുണ്ട്. അത് 75 വരെ അല്ലെങ്കിൽ 75 സീറ്റുകൾ ലഭിക്കാം. 67 എണ്ണം അതിനകത്ത് ഉറച്ച സീറ്റുകളാണ്. അതേസമയം തന്നെ 24 കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ആ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ 12 എണ്ണം അത് LDFന് അനുകൂല സാഹചര്യമുള്ളവയാണ്. അതുകൊണ്ട് ഈ 75 എന്ന് പറയുന്നത് ഒരുപക്ഷെ 80-ന് മുകളിലേക്ക് കയറാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് പറയുന്നത്. കേട്ടല്ലോ, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ലീഗിന് സ്വാധീനമുള്ളിടത്തെല്ലാം കൺസോൾട്ടേഷൻ ഉണ്ട്, അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകും. അത് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് പലയിടത്തും നാമാവശേഷമായ അവസ്ഥയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയാനുള്ളത്. ന്യൂനപക്ഷ കോട്ടകളിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണനപ്പെടുത്തി ഒപ്പം നിർത്തുന്നതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് പലയിടങ്ങളിലും കച്ചി തൊടാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ആ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ എടുക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 ഇടതുപക്ഷത്തിനാണ്. അവിടെ നേരിയൊരു മാറ്റം വരുന്നുണ്ട്. അവിടെ നാടാർ കമ്മ്യൂണിറ്റിയുടെ കൺസോൾട്ടേഷൻ ഉണ്ടായത് കോൺഗ്രസിന്റെ അനുകൂലമായിട്ടായതിനാൽ അവിടെ 3-4 സീറ്റുകൾക്ക് വ്യത്യാസം വരുന്നതിനാൽ 8 സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ കൊല്ലം, തൃശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും ഇടതുപക്ഷത്തിന്റെ മേധാവിത്വം തുടരും എന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ കണ്ണൂരുണ്ട്, കാസർഗോഡ്, ഇടുക്കി അല്ലെങ്കിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ ചില ക്ലീൻ സ്വീപ്പുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നിടത്തൊക്കെ അതെല്ലാം പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവസാന മിനിറ്റ് വരെ ആത്മവിശ്വാസം കൊടുത്ത് ആ ഹൈപ്പിൽ നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിനപ്പുറം എന്താണ് അണ്ടർ കറണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇന്റലിജൻസ് നടത്തിയ റിപ്പോർട്ടിൽ പത്തനാപുരത്ത് വരെ കടുത്ത മത്സരം നടക്കുന്നുണ്ടെങ്കിലും തുച്ഛമായ വോട്ടിന് ഗണേഷ് കുമാർ വിജയിച്ചു വരുമെന്നുള്ള തരത്തിലും കൊട്ടാരക്കരയിലെ ശക്തമായ മത്സരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും തൃശൂർ ഉൾപ്പെടെ ചില ജില്ലകളിൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. 20ഓളം മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ഇതിനു പുറമെ സംസ്ഥാനത്ത് 3 സീറ്റുകൾ വരെ BJP വിജയിക്കാനാണ് സാധ്യത എന്നും ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അത് നേമം, മഞ്ചേശ്വരം, പാലക്കാട് എന്നീ 3 മണ്ഡലങ്ങളിലാണ് BJPക്ക് മേൽക്കോയ്മയുള്ളത്. ആ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ BJP വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 100+90+ എന്നൊക്കെ SIR നടപ്പാക്കി വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് സാമാന്യ ബോധം പോലും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താതെ അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസ്സുകാർ തന്നെ പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കോൺഗ്രസ്സുകാർ 100+100+ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്ന ഘടകകക്ഷി എന്നുള്ള നിലയ്ക്കുള്ള ലീഗിന്റെ അനാലിസിസ് കഴിഞ്ഞ ദിവസം 85 ആണ്. ഒറ്റയടിക്ക് 100-ൽ നിന്ന് 15 സീറ്റ് കുറച്ച ലീഗിന്റെ അനാലിസിസ് വരുമ്പോൾ ഒരേ മുന്നണിയിലെ 2 പാർട്ടികൾക്ക് പോലും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമില്ല. അവിടെയാണ് ഇപ്പോഴത്തെ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 74-75 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് കിട്ടാനും 42 മുതൽ 45 സീറ്റ് വരെ മാത്രമേ
കോൺഗ്രസിന് നേടാൻ കഴിയുള്ളൂ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ പരമ്പരാഗതമായി ഇടതുപക്ഷ കോട്ടകളെന്ന് വിലയിരുത്തപ്പെടുന്ന പല മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷങ്ങൾ കുറയും എന്നതിനപ്പുറം മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് റിപ്പോർട്ട് വ്യക്തമായി വിശദമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടത്തിയിരിക്കുന്ന അവകാശവാദങ്ങളെല്ലാം അന്തരീക്ഷത്തിലെ കണക്ക് ഉപയോഗപ്പെടുത്തിയും മനക്കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന വിലയിരുത്തലുകളും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡ് അതേപടി നിയമസഭയിൽ പ്രത്യക്ഷമാകും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ ഈ പൊള്ളയായ അവകാശവാദങ്ങളെന്ന് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി തെളിയിക്കുന്നുണ്ട്.